ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുനന്ദയുടെ വിവാഹം നിശ്ചയം ഉറപ്പിക്കുന്നുണ്ട് വീട്ടുകാർ. ആ വിവാഹം മുടക്കാനായിട്ട് സുധീഷ് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും സുനന്ദയുടെ വിവാഹം നിശ്ചയിക്കാൻ ഒരു ചെറുപ്പക്കാരനുമൊത്ത് പെട്ടെന്ന് തന്നെ വിവാഹം ഉറപ്പിക്കുന്നുണ്ട്. ഈ വിവരമറിഞ്ഞ നിധിക്കും സുഭാഷിനും സുധീഷിനും ഒക്കെ സങ്കടാവാണ്. സുഭാഷിന് മനസ്സുകൊണ്ട് സുനന്ദയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന കാര്യം നിധി മനസ്സിലാക്കുന്നുണ്ട്. അത് പുറമെ കാണിക്കാത്തതാണെന്നും എന്നാൽ സുനന്ദയ്ക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണെന്ന്. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി സുനന്ദ നിധിയോട് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നാൽ അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ ആ നിമിഷം ഞാൻ ഇല്ലാതാവും. എല്ലാ ഒരുക്കത്തോടെയാണ് ഞാൻ കതിർ മണ്ഡപത്തിലേക്ക് പോകുന്നത്. ആ നേരം നിധി പറയും, സുനന്ദ നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കില്ല, അതുറപ്പാണ്. വേദിയിൽ നിന്നെ കെട്ടാനായിട്ട് സുഭാഷേട്ടൻ അവിടെ ഉണ്ടാവും. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ വീട്ടുകാർ അതിന് സമ്മതിക്കില്ല. നിധി അന്നേരം സുനന്ദയോട് പറയും, ധൈര്യമായിട്ടിരിക്കെ, നമുക്കൊരു വഴിയുണ്ടാക്കാം. അങ്ങനെ നിധിയും സുധീഷും രാകേഷും ഹരീഷും എല്ലാവരും കൂടെ ചേർന്നോട്ടെ അതിനെക്കുറിച്ച് സംസാരിക്കാട്ട. നാളെ സുനന്ദയുടെ വിവാഹമാണ്. ആ വിവാഹം നടന്നാൽ അവൾ ഒരിക്കലും ജീവിച്ചിരിക്കില്ലെന്നാണ് പറഞ്ഞത്. സുഭാഷേട്ടൻ്റെ അവസ്ഥയും അതുപോലെ ആയിരിക്കും. സുഭാഷേട്ടൻ നമ്മുടെ മുമ്പിൽ എത്ര ബോൾഡായിട്ട് നിന്നാലും സുനന്ദയെ ഒരുപാട് ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ വിവാഹം മുടക്കണം. എങ്ങനെ മുടക്കാനാണ്? ഇനിയിപ്പോൾ ആ വിവാഹം മുടക്കിയാലോ മറ്റൊരു വിവാഹം അവൾക്ക് കണ്ടെത്തും, അവളുടെ അച്ഛനും അമ്മയും. അങ്ങനെ ഇനിയൊരു വിവാഹം കണ്ടെത്താൻ പറ്റില്ല. ആ കതിർ മണ്ഡപത്തിൽ ആ പന്തലിൽ വെച്ച് തന്നെ സുഭാഷേട്ടൻ സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടണം. അതാണ് വേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കല്യാണ ചെറുക്കനെ തട്ടിക്കൊണ്ടുപോയാലോ? നികേഷിൻ്റെ സംസാരം കേട്ടിട്ട് ഹരീഷ് പറയും, എടാ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? പോലീസും കോടതിയൊക്കെ ഉണ്ട്. ആ സമയം നിധി പറയും, അതിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതില്ല. കല്യാണ ചെറുക്കൻ കതിർ മണ്ഡപത്തിൽ ആ സമയത്ത് വന്നില്ല എങ്കിൽ പിന്നെ ആ വിവാഹം നടക്കോ? ഇല്ലല്ലോ. അപ്പം കിട്ടിയ ചെറുക്കനെ വെച്ച് അവർ വിവാഹം നടത്തിയാലോ? അപ്പോഴാണ് നമുക്കവിടെ നടത്തേണ്ടത്. സുനന്ദയും സുഭാഷും പ്രണയത്തിലാണെന്നും ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താണെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാവരെയും ഇളക്കാം. എന്നിട്ട് സുഭാഷേട്ടനെ കൊണ്ട് സുനന്ദയുടെ വിവാഹം നടത്തിക്കാം. ആ സമയത്ത് നിധി പറയും, ഇങ്ങനെയൊക്കെ സുഭാഷിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ സമ്മതിപ്പിക്കണം, അതാണ് വേണ്ടത്. സുധീഷ് പറയുന്നുണ്ട്. എന്നാൽ സുഭാഷ് ഈ കാര്യം കേട്ടതോടുകൂടെ ശക്തിയായിട്ട് എതിർക്കട്ടെ, അതൊന്നും വേണ്ട. പക്ഷേ സുഭാഷേട്ടാ, സുഭാഷേട്ടന് കിട്ടണം എങ്കിൽ ഇങ്ങനെയൊക്കെ വളഞ്ഞ വഴിയുള്ളൂ. നിങ്ങൾ രണ്ടുപേരിലെ ഒരുമിച്ച് ജീവിക്കേണ്ടത്. മറ്റുള്ളവർ അതൊക്കെ അങ്ങ് മറന്നോളും. എന്നാലും അവളുടെ അച്ഛനെയും അമ്മയും വിഷമിച്ചുകൊണ്ട് അവർ ഒരിക്കലും എൻ്റെ കൂടെ അവളെ ജീവിക്കാൻ അനുവദിക്കില്ല. പക്ഷേ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് കാണുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ ആവുള്ളൂ. കുറച്ച് ദിവസങ്ങൾ, കുറച്ച് കാലങ്ങൾ മാത്രമേ ഈ ഒരു വേദനയും വിഷമം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറും. എന്നിട്ടെന്താ ഏട്ടത്തിയമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്ന് നികേഷ് അറിയാതെ ചോദിച്ചു പോവാണ്. അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമിടയിൽ യാതൊരു പ്രണയവുമില്ല. എന്നാൽ സുഭാഷേട്ടനും സുനന്ദയും അങ്ങനെയല്ല, പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ സുധീഷും നിധിയും അങ്ങനെയല്ലല്ലോ എന്ന് നിധി തുറന്ന് പറയാട്ടോ. അത് പറയുമ്പോഴും നിധിയുടെ ഉള്ളിൽ സുധീഷിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ഇനി ഹരീഷ് തൻ്റെ വിശ്വസ്തനായ രണ്ട് കൂട്ടുകാരെ കൂടെ കൂട്ടുന്നുണ്ട്. സുധീഷും ഹരീഷും നികേഷും കൂടെ ചെറുക്കന് വരാനായിട്ട് കാത്തിരിക്കാനട്ടോ. ആ ഒരു സമയത്ത് ചെറുക്കൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കതിർ മണ്ഡപത്തിലേക്ക് പോകുന്ന ചെറുക്കൻ്റെ വാഹനത്തിൽ കയറിക്കൂടാണ്. ഓ, നിങ്ങളൊക്കെ ആരൊക്കെ? എടാ മച്ചനെ, നീ ഞങ്ങളെ മറന്നോ? എന്നിട്ട് നീ ഞങ്ങളെ കല്യാണം വിളിക്കാതെ ഒറ്റയ്ക്ക് കല്യാണം കഴിക്കാൻ പോവുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരിടിച്ച് കാറിൽ കയറാട്ടോ. ഡ്രൈവറോട് പറയുന്നുണ്ട്, ദേ ഞങ്ങൾ ഓടിച്ചോളാം കാറ്, സാറ് അങ്ങ് പുറകെ വന്നോളൂ എന്ന് പറഞ്ഞ് ഡ്രൈവറെയും ഇറക്കാണ്. എന്നിട്ട് ഈ കാറങ്ങ് ഓടിക്കാട്ടോ. ആ സമയത്ത് ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് ഇയാളെ കൊണ്ടുപോകുന്നുണ്ട്. മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട്. ഇവരാരെയും ഇയാൾക്ക് മനസ്സിലാവുന്ന പോലുമില്ല. അങ്ങനെ ഒരു കെട്ടിടത്തിൽ കെട്ടിയിടാട്ടോ. ഈ സമയം നിധി അവിടേക്ക് പോകുന്നുണ്ട്. സുഭാഷിൻ്റെ കൈയും കാലും വിറക്കുന്ന പോലെ അയാൾക്ക് തോന്നാണ്. സുഭാഷേട്ടാ, ധൈര്യമായിട്ടിരിക്കെ, നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. എന്നാലും എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. അങ്ങനെ ആ സമയത്ത് ഭാസ്കരനും അവിടെ ഉണ്ടാവും. സുനന്ദയെ കാണാനായിട്ട് നിധി ചെല്ലുന്നുണ്ട്. ആ സമയം ലളിത പറയും, എടി നിനക്കെന്താ ഇവിടെ കാര്യം? കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണീട്ട് പോകണം, അല്ലാതെ ഇവിടെ കറങ്ങി തിരയേണ്ട. ഓ, അങ്ങനെയാണോ? ഇത് നിങ്ങളുടെ ഇതൊന്നുമല്ലല്ലോ, ഓഡിറ്റോറിയം അല്ലേ. നിങ്ങളുടെ കല്യാണമാണെങ്കിലും ഇവിടെ ആർക്കും വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി
സുനന്ദയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയം സുനന്ദ ആകെ ടെൻഷനോടെ നിൽക്കായിരിക്കും. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയുണ്ട്, ഒന്ന് നിന്ന് തന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ സുനന്ദയ്ക്ക് ധൈര്യം പകരുന്നുണ്ട്. ഈ നിമിഷം സുനന്ദ ഭയം കാണിച്ചാൽ ഒരിക്കലും സുഭാഷേട്ടനെ കിട്ടാൻ പോകുന്നില്ല. ആളുകളുടെ മുമ്പിൽ സുനന്ദ പറയണം, ഞാൻ സുഭാഷേട്ടനെ സ്നേഹിക്കുന്നു, അദ്ദേഹം എൻ്റെ കാര്യത്തിൽ താലി കെട്ടട്ടെ എന്ന് എല്ലാവരുടെ മുമ്പിൽ പറയണം. ആ ഒരു സമയത്ത് ചെറുക്കനെ കതിർ മണ്ഡപത്തിൽ കാണാതാവുമ്പോൾ ആ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ എവിടെ പോയി, അവൻ മുമ്പേ പുറപ്പെട്ടതാണല്ലോ, എന്നിട്ട് ഇത്ര സമയമായിട്ട് അവനിതെവിടെ, ഞങ്ങളുടെ കാറിന് മുമ്പേ ആ കാർ ഉണ്ടായതാണ്, പിന്നെ ഇതെവിടേക്ക് പോയി, അങ്ങനെ എല്ലാവരും സംസാരിക്കണം. അതിനിടയിൽ സുധീഷും ഇവരൊക്കെ ഏൽപ്പിച്ച ഒരു ചെറുക്കൻ വന്നിട്ട് പറയും, അയതേ ഒരു കത്തുണ്ടെന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. അയാൾ എഴുതിയതുപോലെ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അവളുടെ കൂടെ ഞാൻ ഓടിപ്പോയെന്നായിരിക്കും ആ കത്തിലുണ്ടാവുക. എടാ, നിങ്ങളുടെ മകന് ഇങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളെ മകളെ ചതിച്ചെന്ന് ചോദിച്ച് ആകെ വഴക്കാവുന്നുണ്ട് കേട്ടോ അവിടെ. ആ ഒരു സമയത്ത് ഭാസ്കരൻ പറയും, ആരും പേടിക്കേണ്ട, ദേ എൻ്റെ മകൻ സുഭാഷ് ഫ്രീയാണ്, വേണമെങ്കിൽ നിങ്ങളുടെ മകളെ സുനന്ദയെ വിവാഹം കഴിച്ചോളാം. ആ സമയത്ത് ലളിതയും വല്യച്ഛനും കൂടെ ഇളകി വരുന്നുണ്ട്. ആർക്ക് കെട്ടിച്ചു കൊടുത്തില്ലെങ്കിലും എൻ്റെ മകളെ നിങ്ങളുടെ മകന് കെട്ടിച്ചു തരില്ല, അതെൻ്റെ വാക്കാണ്. അതെ, എനിക്ക് സുഭാഷിനെ ഒരുപാട് ഇഷ്ടമാണ്. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ച് വിവാഹത്തിന് കൊണ്ടുവന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഇനി ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ പുറകേട്ടില്ല. വാ സുഭാഷേട്ടാ, എന്നെ ഇഷ്ടമാണെങ്കിൽ ഈ താലി എടുത്ത് കേട്ട്, ദേ സമയമായി മുഹൂർത്തത്തിനെന്ന് തിരുമേനി പറയുമ്പോൾ പിന്നെ ഒന്നും നോക്കുന്നില്ല. സുഭാഷാണെങ്കിലോ തൻ്റെ കൈയും കാലും വിറക്കുന്ന പോലെയുണ്ട്. അവൻ അവിടെ കണ്ടിരുന്ന ആ താലി എടുത്തുകൊണ്ട് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാണ്. ആ സമയം ഭാസ്കരൻ ആർത്തു വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ബോധരഹിതയായി കിടക്കാണ് ലളിത. തൻ്റെ കൺമുമ്പിൽ നടക്കുന്ന കാഴ്ചയൊന്നും അവൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ സുനന്ദയുടെയും സുഭാഷിൻ്റെയും വിവാഹം നടക്കുകയാണ് കേട്ടോ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ചെറുക്കനെ ഓടിക്കതച്ച് വരുന്നുണ്ട്. ആ സമയം അവൻ്റെ മുഖമടച്ചൊന്ന് കൊടുക്കുന്നുണ്ട് വല്യച്ഛൻ. ഡാ, ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചവനെ എന്ന് ചോദിക്കാണ്. ഭാസ്കരന് പിണ്ടിപ്പോകരുത് ഒരക്ഷരം, കടന്നു പോടാ എന്ന് പറഞ്ഞ് അയാളെ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ അവിടെ നിന്ന് ഇറക്കി വിടാണ് കേട്ടോ. അങ്ങനെ സുനന്ദയെ ആ വീട്ടിൽ നിന്ന് മറ്റാരും അവളെ അനുഗമിച്ച് ആ വീട്ടിലേക്ക് പോകുന്നില്ല. സുനന്ദയുടെ കൈപിടിച്ച് സുഭാഷും നിധിയും ആ വീട്ടിലേക്ക് പോവാണ്. സുനന്ദയെയും സുഭാഷിനെയും വീടിന്റെ മുറ്റത്ത് നിർത്തിക്കൊണ്ട് നിധി അകത്തേക്ക് കയറി ആരതിയുമായിട്ട് വന്ന് അവരെ രണ്ടുപേരെയും ആരതി എടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ കാഴ്ച കണ്ട് ഭാസ്കരന് ഈ പെൺകുട്ടിയെങ്കിലും ഈ വീടിന്റെ വിളക്കാവണം, അവൾ ഒരിക്കലും അവനെ വിട്ടു പോകരുതെന്ന് ആർപ്പാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിധിയുടെ മുഖത്തേക്ക് നോക്കി ഭാസ്കരൻ പറഞ്ഞു, നീ വന്നത് മുതലേ ഈ വീട്ടിൽ ഭാഗ്യമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നീ വീട് വിട്ടു പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു നീയും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന്. അതെൻ്റെ ആഗ്രഹമാണ്, അതിൽ നീ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞ് ഭാസ്കരൻ കണ്ണു നിറഞ്ഞു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ നിധി ഓരോ നിമിഷവും തിരിച്ചറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡും കൂടിയാണ് കേട്ടോ വരാൻ പോകുന്നത്. ഇത് ഈ അടുത്തൊന്നും വരാൻ പോകുന്ന ഒരു എപ്പിസോഡല്ല, കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷം കേട്ടോ സുഭാഷിൻ്റെയും സുനന്ദയുടെയും വിവാഹം നടക്കുന്നത്.